ഈ കോൺഗ്രസിനോട് നമ്മളൊരു അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് പ്രേമേന്ദ്രൻ ബൈറ്റ് തന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു ഈ പിണറായി വിജയൻ ED തുടങ്ങിയവയെ എതിർത്തുകൊണ്ടുള്ള കേന്ദ്ര ഏജൻസികൾ ദുരുപയോഗം ചെയ്യുന്നപ്പോൾ പക്ഷേ അത് CMR കേസിന്റെ പരിധിയിൽ വരില്ല, കാര്യം UDF ഉൾപ്പെടെയുള്ളവ ഉന്നയിച്ചതാണെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് അതിനെ കണ്ടത്? എനിക്കറിയില്ല. പ്രേമേന്ദ്രൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ മീറ്റിംഗിലെ പൊതുവികാരം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും പാർട്ടിക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരം നടപടിയെ സംയുക്തമായി എതിർക്കണമെന്നുള്ള ധാരണയാണ് മീറ്റിംഗിനുണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളും അതിൽ അടിവരയിട്ട് പറഞ്ഞു. അത് അഖിലേഷ് യാദവ് തുടങ്ങി തേജസ്വി ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ആ ഒരു വികാരമാണ് പങ്കുവച്ചത്. CPM-ന്റെ ജനറൽ സെക്രട്ടറി മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ വിയോജിപ്പുകൾ അവിടെ ആ യോഗത്തിൽ ഞാൻ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനമായും സാധാരണ കോൺഗ്രസ് നേതാക്കന്മാര് ഞങ്ങൾക്കെതിരെ എന്ത് പറയുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ ബ്ലോക്കിന്റെ നേതാവ് എന്ന് പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി പോലുള്ളവർ കല്ലുവെച്ച നുണ പറയാൻ പാടില്ല. വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രചരണം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് CPM-ഉം BJP-യും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ള രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബ്ലോക്കിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇതൊക്കെ ഞാനവിടെ ഉന്നയിച്ചിരുന്നു. അവിടെ എന്നാൽ ഇത് ഇരു പാർട്ടികൾക്കിടയിൽ സംസാരിച്ച പോലെ എന്ന് ചിലർ ചോദിച്ചപ്പോൾ, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് പറയാനുള്ളത് പൂർണ്ണമായും എനിക്കിവിടെ പറയണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തോടും ചോദിച്ചു, രാഹുൽ ഗാന്ധി നാഷണൽ ഹെറാൾഡ് കേസിൽ താങ്കളെ ചോദ്യം ചെയ്തപ്പോഴും നിങ്ങളെ പീഡിപ്പിച്ചപ്പോഴും നിങ്ങളെ പിന്തുണച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് വന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ എടുത്ത കേസ് ന്യായമാണ്, ശരിയാണെന്ന് ഞങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കാൻ പാടില്ല. അക്കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. മാത്രമല്ല, എനിക്ക് ശേഷം സംസാരിച്ച CPI-യുടെ ജനറൽ സെക്രട്ടറി D. രാജയും എൻ്റെ വികാരം അവിടെ പങ്കുവെച്ചു. അവിടെ സംസാരിച്ച പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കോൺഗ്രസിനെ പോലുള്ള ഒരു പാരന്റിൻ പാർട്ടി കുറേയും കൂടി വിശാല അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും സഖ്യകക്ഷികളെയും അവരുടെ സെൻസിബിലിറ്റിയെയും ഉൾക്കൊള്ളുന്നൊരു സമീപനം സ്വീകരിക്കണമെന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ DMK ആട്ടിപ്പായച്ചൊരു സമീപനം, അല്ലെങ്കിൽ അവരെ മാറ്റിയ ഒരു സമീപനം ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ അവിടെ ഉയർന്നു. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. അവസാനം ഈ യോഗത്തിന്റെ അവസാനം രാഹുൽ ഗാന്ധി നടത്തിയ പ്രതിപാദനങ്ങളൊക്കെ വളരെ സ്വാഗതാർഹമായ പ്രതിപാദനങ്ങളാണ്. അദ്ദേഹം തൻ്റെ പ്രതികരണം ആരംഭിച്ചത് തന്നെ എല്ലാ വിമർശനങ്ങളെയും ഞാൻ ഉൾക്കൊള്ളുന്നു, ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങി. മാത്രമല്ല, ഇനി എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം, അത് വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു സമീപനം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകണമെന്നുള്ള ഒരഭിപ്രായം പൊതുവെ ഉരുത്തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് യോഗം കൈക്കൊണ്ടത്. തുടർച്ചയായി ഇനി പാർലമെന്റിനുള്ളിലും പുറത്തും ഇന്ത്യ അലയൻസിന്റെ യോഗങ്ങൾ നടക്കണമെന്നുള്ള അഭിപ്രായം വന്നു. അടുത്ത യോഗം ഹൈദരാബാദിൽ, അത് കഴിഞ്ഞ് മറ്റു നഗരങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് നടക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആവശ്യമായിട്ട് ഏവരും ഉന്നയിച്ചത്, ഇനി സടക്കിലായിരിക്കണം, തെരുവിലായിരിക്കണം പ്രക്ഷോഭം. ഈ രാജ്യം വലിയ അപകടത്തിലാണ്. അതുകൊണ്ട് BJP RSSനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം സംയുക്തമായിട്ട് തെരുവിലിറങ്ങി പൊരുതണമെന്നുള്ളൊരു അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഉദ്ധവ് താക്കറെ പോലുള്ള നേതാവ് പറഞ്ഞ്, നമ്മൾ വല്ലപ്പോഴൊരു യോഗം ചേർന്നാൽ പോരാ, നിരന്തരമായിരിക്കണം ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവർത്തനം എന്ന് പറയുന്നു. മാത്രമല്ല, ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ചിട്ട് 3 വർഷം പൂർത്തിയാകുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു ആത്മപരിശോധന നടത്തി മുമ്പോട്ട് കുതിക്കണം. അതല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും റാഞ്ചപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള ഒരു തീരുമാനം വന്നു.